Question number 28, JEE Main 2024 Phase 1, 29th തീയതിയിലെ മോർണിംഗ് ഷിഫ്റ്റ്. See the question. Number of species from which of the following paramagnetic and bond order equal to 1? ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിംഗ് ആണ്. മോളിക്കുലർ ഓർബിറ്റൽ തിയറി എന്ന് വേണമെങ്കിൽ നമുക്ക് സബ് ടോപ്പിക് ആയിട്ട് പറയാം. ഇതിൽ ഇലക്ട്രോണിൻ്റെ എണ്ണം ഞാനൊന്ന് വെറുതെ താഴേക്ക് പറയാണ്. 2 ഇലക്ട്രോൺ H2, He2ലാണെങ്കിൽ 3 ഇലക്ട്രോൺ, O2 16, 15 ഇലക്ട്രോൺ ഇവിടെ O2 പ്ലസ് ആയതുകൊണ്ട്, N2 14, 16 ഇലക്ട്രോൺ, N2 മൈനസ് ആയതുകൊണ്ട് 2 മൈനസ് ആയതുകൊണ്ട്, O2 16 രണ്ടും 18 ഇലക്ട്രോൺ, F2 18 ഇലക്ട്രോൺ, Ne2 20, 1 പോകുമ്പോൾ 19 ഇലക്ട്രോൺ, B2 10 ഇലക്ട്രോൺ. ഈ ഒറ്റസംഖ്യ ഇലക്ട്രോൺസ് വരുമ്പോൾ എല്ലാം പാരാമാഗ്നറ്റിക്കും ഇരട്ടസംഖ്യ വരുമ്പോൾ ഡയാമാഗ്നറ്റിക് ആണ്. അപ്പോൾ നമുക്ക് ചോദിച്ചുള്ളത് പാരാമാഗ്നറ്റിക് ആയിരിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കണ്ടീഷൻ. പിന്നെ ബോണ്ട് ഓർഡർ 1 അത് രണ്ടാമത് നോക്കാം. പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള ആളുകൾ നമുക്ക് ആര് മാത്രമേ ഉള്ളൂ? ഇത് പാരാമാഗ്നറ്റിക് ആണ്, ഇത് പാരാമാഗ്നറ്റിക് ആണ്, ഇതും പാരാമാഗ്നറ്റിക് ആണ്. Ne2 പ്ലസും പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് കട്ട് ചെയ്യാം. അതായത് H2 വേണ്ട അല്ലേ, N2 2 മൈനസ് വേണ്ട, O2 2 മൈനസ് വേണ്ട, F2 വേണ്ട. ബാക്കിയുള്ള ആൻസറുകളിലേക്ക് ഓപ്ഷൻ ഒതുങ്ങി. ഓക്കെ, ഇനി ബോണ്ട് ഓർഡർ 1 വേണം. ഈ He2 പ്ലസ് ബോണ്ട് ഓർഡർ 0.5 അല്ലേ വരിക. O2 പ്ലസിൻ്റെ ബോണ്ട് ഓർഡർ 2.5 അല്ലേ വരിക അല്ലേ. ഇനി 19 ഇലക്ട്രോൺ വരുന്ന Ne2 പ്ലസിൻ്റെ ബോണ്ട് ഓർഡർ, Ne2ൻ്റെ ബോണ്ട് ഓർഡർ 0 ആണ്. അതിന് മുമ്പുള്ള F2ൻ്റെ 18 ഇലക്ട്രോൺ 1 ആണെങ്കിൽ 0.5 അല്ലേ വരുള്ളൂ. ആൻഡ് B2 അല്ലേ 1. പാരാമാഗ്നറ്റിക് ആണ്. ഈ 10 ഇലക്ട്രോണും 16 ഇലക്ട്രോണും സിസ്റ്റം പാരാമാഗ്നറ്റിക് ആണ്, നിങ്ങൾക്ക് അറിയാവുന്നതാണ് അല്ലേ. 20 ഇലക്ട്രോൺ സിസ്റ്റത്തിൽ 10 ഇലക്ട്രോൺ വരുന്ന B2, 16 ഇലക്ട്രോൺ വരുന്ന O2, ആ പൈ ബോണ്ടിങ് മോളിക്കുലർ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റിൽ ഡീജനറേറ്റ് ആയിട്ടുള്ള ഓർബിറ്റിൽ ഇലക്ട്രോൺ ഫില്ല് ചെയ്യുമ്പോൾ 1 ആയിട്ടല്ലേ ഫില്ല് ചെയ്യുക. അപ്പോൾ അവിടെ മാത്രമാണ് ഈവൺ സംഖ്യ ആയിട്ട് പോലും പാരാമാഗ്നറ്റിസം വരിക. 10 ഇലക്ട്രോൺ സിസ്റ്റം പാരാമാഗ്നറ്റിക് ആണ്, 16 ഇലക്ട്രോൺ സിസ്റ്റവും പാരാമാഗ്നറ്റിക് ആണ്. അപ്പോൾ ഇതിൽ ആകെ ഒരാളേ ഉള്ളൂ. സോ ആൻസർ 1 ആണ് കേട്ടോ. നമ്മുടെ B2 എന്നുള്ള മോളിക്യൂളിന് മാത്രമാണ് ഈ പറഞ്ഞ രണ്ട് കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്യുന്നത് കേട്ടോ. പാരാമാഗ്നറ്റിക് ആണ്, ഓഫ് കോഴ്സ് ബോണ്ട് ഓർഡർ ഈസ് ഈക്വൽ ടു 1 ആണ് കേട്ടോ. അപ്പോൾ ചാപ്റ്റർ കെമിക്കൽ ബോണ്ടിങ് ടോപ്പിക് സബ് ടോപ്പിക്കായിട്ട് പറയുകയാണെങ്കിൽ മോളിക്കുലർ ഓർബിറ്റൽ തിയറി.